നമസ്കാരം. നമസ്കാരം. ഇപ്പം കേരളത്തിൽ വലിയ ചർച്ച നടക്കുന്നത് പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടന്നു. CMRലുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ് നടക്കുന്നുണ്ട്. വീണ വിജയനിലോട്ടാണ് കേസ് എന്നുണ്ടെങ്കിൽ, പക്ഷെ അത് ചൂണ്ടുന്നത് പിണറായി വിജയനിലോട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം 12ഓളം കേന്ദ്രങ്ങൾ, ബാംഗ്ലൂരു അടക്കം 12ഓളം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. അതേപോലെ റിയാസിൻ്റെ വീട്ടിലടക്കം, മുൻ മന്ത്രി നിലവിലെ MLAയുമായ റിയാസിൻ്റെ വീട്ടിലടക്കം റെയ്ഡ് നടക്കുന്നു. പിണറായി വിജയൻ്റെ വസതികളിൽ റെയ്ഡ് നടക്കുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. ഇതൊക്കെ നടക്കുമ്പം അപ്പുറത്ത് CPM മുമ്പോട്ട് വെക്കുന്നൊരു കാര്യം, ഇന്നലെ നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രി VD സതീശൻ നരേന്ദ്രമോദിയായിട്ടുള്ള കൂടിക്കാഴ്ച, സംസ്ഥാനത്തിന് വേണ്ട ആവശ്യങ്ങളും സംസ്ഥാനത്തിൻ്റെ കടബാധ്യതകളും സംസ്ഥാനത്തിൻ്റെ പുതിയ പദ്ധതികളും പുതിയ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹം നരേന്ദ്രമോദിയായിട്ട് കൂടിക്കാഴ്ച നടത്തിയായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇന്നാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം CPM പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു അലയൻസിൻ്റെ ഭാഗമായിട്ട് CPMനെ ഒതുക്കുക എന്നുള്ളൊരു ഭാഗത്തിൻ്റെ ഭാഗമാണെന്നുള്ളതും, ഇത് കൂടാതെ അവർ വെക്കുന്ന മറ്റൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശൻ്റെ പേര്, VD സതീശൻ, VD സവർക്കർ, ഈ രണ്ട് സാധനം അവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. VD സതീശനും VD സവർക്കറും തമ്മിലുള്ള ദൂരം വലിയ ദൂരമൊന്നുമല്ല, അത് വളരെ അടുത്താണ് എന്നുള്ളതും, RSSൻ്റെ അല്ലെങ്കിൽ BJPയുടെ ഐഡിയോളജി അതേപോലെ കൊണ്ടു നടക്കുന്ന ഒരു നേതാവാണ് VD സതീശൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ CPM മുമ്പോട്ട് വെക്കുന്നത്. അവരതിന് ഉദാഹരണമായി പറയുന്നത് ഈ പേരാണ്, VD സതീശൻ VD സവർക്കർ എന്നുള്ള പേരാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഫവാസെ, നമ്മൾ ഈ കാലാകാലങ്ങളിൽ CPMൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ചില ഹാസ്യകലാ പ്രകടനങ്ങളുണ്ടാവും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭാഷയ്ക്ക് പല പദങ്ങളും സംഭാവന ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഫവാസ് അവസാനം പറഞ്ഞ VD സവർക്കറും VD സതീശനും തമ്മിൽ VDS എന്നുള്ള ഒരു പദം അവർ അല്ലെങ്കിൽ വാക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് നമുക്ക് അതേ അർത്ഥത്തിൽ തന്നെ അത് വിട്ടുകളയാം. ഇവിടെ BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഗുണകാംക്ഷിയായിരുന്ന സർക്കാരായിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ചിരുന്ന സർക്കാർ. നോക്കൂ, കേരളത്തിൻ്റെ ഖജനാവിന് ഏതാണ്ട് 200 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടാക്കിയ ലാവ്ലിൻ കേസ്. ഈ ലാവ്ലിൻ കേസിൽ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കക്ഷിയാണ്. ആ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലവിലുണ്ട്. ഏതാണ്ട് 80 പ്രാവശ്യത്തിലധികമാണ് സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പരമപ്രധാനമായ കോടതി, പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. അപ്പോൾ ആ കോടതിയിൽ പോലും ഏറ്റവും അവസാനം ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന, എക്സിക്യൂട്ടീവിൽ നിന്ന് എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജുഡീഷ്യറിയിൽ നിന്ന് നീതി കിട്ടും എന്ന് വിചാരിച്ച് സുപ്രീം കോടതി വരെ എൻ്റെ സ്വപ്നമാണ് എന്നാണ് സാധാരണക്കാർ നിയമം അവർക്ക് കിട്ടും, അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയെങ്കിലും എന്നെ കാത്തു രക്ഷിക്കും എന്നാണ് സാധാരണക്കാരുടെ ഒരു വിശ്വാസം. ഇവിടെ നോക്ക്, കേരളത്തിൻ്റെ ഖജനാവിന് 200 കോടി രൂപ നഷ്ടമുണ്ടാക്കി എന്ന് പറയപ്പെടുന്ന SNC ലാവ്ലിൻ കേസിൽ അന്ന് വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ 200 കോടി രൂപ അതിൽ ക്രയവിക്രയം ചെയ്തു അടിച്ചു മാറ്റി എന്നുള്ളതാണ് ആ കേസിന് ആസ്പദമായ സംഭവം. ആ സംഭവത്തിൽ നമ്മുടെ ചീഫ് എഡിറ്ററായ നന്ദകുമാർ സാർ അടക്കം കക്ഷി ചേർന്നിട്ടാണ് കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ളത്. എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഇത്രയധികം പ്രാവശ്യം മാറ്റിവെക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ കോടതി അലക്ഷ്യമാകില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ പറയുന്നത് പരമോന്നത കോടതിയിൽ പോലും ഇത്രയധികം പ്രാവശ്യം, അതായത് ഒത്തിരി പ്രാവശ്യം കേസുകൾ മാറ്റിവെച്ച് ജനങ്ങളെ വലയ്ക്കരുതെന്ന് ബഹുമാന്യമായ സുപ്രീം കോടതിയുടെ ഭാഗത്ത് തന്നെ ഉത്തരവുള്ളതാണ്. അങ്ങനെയുള്ള സുപ്രീം കോടതിയിൽ CBIയുടെ അലംഭാവം കൊണ്ട് പിണറായി വിജയൻ പ്രതിയായ ഈ ലാവ്ലിൻ കേസ് 37 പ്രാവശ്യം ബെഞ്ചിൽ മാറ്റിവെക്കപ്പെട്ടിരുന്നു. അത് കൂടാതെ ഒഫീഷ്യലി ക്ലർക്കിലിയൊക്കെ മാറ്റിയ കണക്കുകൾ നോക്കുമ്പോൾ ഏതാണ്ട് 80 തവണയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ ഇത്രയധികം പ്രാവശ്യം മാറ്റിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? അതിൻ്റെ ഗുണഭോക്താവ് പിണറായി വിജയൻ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ BJPയുടെ താല്പര്യം അവിടെ CBIയിലൂടെ പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഉള്ളുകളികളൊക്കെ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. എങ്കിലും ഞാനും ഫവാസും ഒക്കെ അടക്കമുള്ള സാധാരണക്കാർ ഇപ്പോഴും ഇതിന് ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. എങ്ങനെയാണ് സുപ്രീം കോടതി പോലുള്ള ഒരു പരമോന്നത കോടതിയിൽ ഒരു കേസ് ഇത്രയധികം തവണ മാറ്റിവെക്കപ്പെടുക? അതും കേരളത്തിൻ്റെ മന്ത്രിയായിരുന്ന ഒരാൾ പ്രതിയാക്കപ്പെട്ടൊരു കേസ്. അപ്പോൾ അവിടെ ഈ രാജ്യം ഭരിക്കുന്ന BJPയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ മൂലം CBIയുടെ സോളിസിറ്റർ ജനറൽ അവിടെ തുഷാർ മേത്ത കേസ് മാറ്റിവെക്കുന്നതിന് വേണ്ടി പല കളികൾ കളിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഗുണഭോക്താവ് പിണറായി വിജയൻ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ
ഇന്ത്യയിലെ കോൺഗ്രസ് വിമുക്ത ഭാരതം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ MP കേന്ദ്രത്തിലേക്ക് അയച്ച കോൺഗ്രസിനെ തകർക്കുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ ഭരണം കേരളത്തിൽ നിലനിൽക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി BJP CPM അന്തർധാര ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് MP ആയിട്ട് തെരഞ്ഞെടുത്ത് കേന്ദ്രത്തിലേക്ക് വിടുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ പ്രത്യേക ദൂതനായ അന്നത്തെ ADGP എം അജിത് കുമാർ RSSന്റെ നേതാവ് ദത്താത്രേയ ഹൊസബളയെ കാണുന്നു. പിന്നീട് തൃശ്ശൂർ പൂരം കലക്കുന്നു. സുരേഷ് ഗോപിനെ ആംബുലൻസിൽ അവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നു. പിന്നെ നടന്നതെല്ലാം ചരിത്രമാണ്. സുരേഷ് ഗോപി അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കപ്പെടുന്നു. അന്ന് പറഞ്ഞു കേട്ടത് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപ അച്ഛൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ മകളുടെ ഷെൽ കമ്പനിയിലേക്ക് ഈ പണം അഴിമതിയായി തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചൊരു പരാതിയല്ലല്ലോ, രാഷ്ട്രീയ പ്രേരിതമായി ഉയർന്നു വന്ന പരാതിയല്ല. മറിച്ച് CMRL അവരുടെ കണക്ക് സമർപ്പിച്ചപ്പോൾ ആദായ നികുതി വകുപ്പിന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ അവർ നികുതി കൊടുത്ത് അവർ സെറ്റിൽ ചെയ്ത ഒരു കണക്കാണ് പുറത്തുവിട്ടത്. അപ്പോൾ CMRL എന്ന കരിമണൽ ഖനന കമ്പനി നിലനിന്നിരുന്നത് കേരളം ആരൊക്കെ മാറി മാറി ഭരിക്കുന്നുവോ ആ ഭരണകർത്താക്കളുടെ സഹായമില്ലാതെ അവർക്ക് തോട്ടപ്പള്ളി പോലുള്ള കരിമണൽ ഖനന മേഖലയിൽ നിന്ന് സിന്തറ്റിക് റൂട്ടിൽ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി കരിമണൽ എടുത്ത് ഖനനം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് വൻ തുകകൾ അവർ കോഴ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്, സംഭാവന കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ RC OC PV എന്നൊക്കെ പറഞ്ഞ് ചുരുക്കെഴുത്തിൽ കൊടുത്ത കാശും കണക്കും ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൂടാതെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് ഇത്രയും പണം കൊടുത്തു എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏത് തരത്തിൽ ആരാണ് രാഷ്ട്രീയം കളിച്ചത് എന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമാക്കും. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവായി നിന്നുകൊണ്ട് സംസാരിക്കുകയല്ല. ആദായ നികുതി വകുപ്പിന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞ കാര്യമാണ്. ഇത് മുഖ്യമന്ത്രി നിയമസഭയിൽ സംബന്ധിച്ച കാര്യമാണ്. 1,72,00,000 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നികുതി അടച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നികുതി അടച്ചതുകൊണ്ട് മാത്രം GST അടച്ചിട്ടുണ്ടെന്ന്, GST അടച്ചതുകൊണ്ട് മാത്രം അഴിമതി പണം അല്ലാതെ ആവുന്നില്ലല്ലോ. CMRL പറഞ്ഞിരിക്കുന്നതും അനധികൃതമായി പണം കൊടുത്തിരിക്കുന്നത് തന്നെ പറയണത്. അതായത് ഈ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. ഈ കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയറിന്റെ പ്രൊഡക്ഷനാണ്. ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടുള്ള സോഫ്റ്റ്വെയർ എങ്ങനെയാണ് കരിമണൽ ഖനന കമ്പനിക്ക് ആവശ്യമായിട്ട് വരിക? അവർ നൽകുന്ന സേവനം അതാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ മകൾ വീണ വിജയനോ കൃത്യമായൊരു വിശദീകരണം നൽകാൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ മുമ്പിൽ സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം വരുന്നത്. ED അന്വേഷണം വരുമ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം സമാനമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ വിജയൻ കർണാടകയിലാണ് തൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന പേരിൽ കർണാടക ഹൈക്കോടതിയിലേക്ക് പോകുന്നു, ഹർജി കൊടുക്കുന്നു, ED അന്വേഷണം തടയണമെന്ന് പറഞ്ഞിട്ട് ഡൽഹി ഹൈക്കോടതിയിലേക്ക് CMRL പോകുന്നു, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലേക്കും പോകുന്നു. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഈ മാസം അവസാനം കേസ് പരിഗണിക്കായിരിക്കുന്നു. കർണാടക ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുന്ന അവസരത്തിൽ തന്നെ അത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് വഴിയിൽ എന്തിനാണ് ഭയം, അവരന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. കേരള ഹൈക്കോടതിയും ഇന്നലെ ഈ തീരുമാനത്തിലെത്തിയപ്പോൾ ആ തീരുമാനം ഉത്തരവ് വന്നതിൻ്റെ പുറകിൽ, അതായത് EDക്ക് അന്വേഷിക്കാം, EDയെ തടയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് പുറകെ അടുത്ത ദിവസം പിണറായി വിജയൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് തോക്കേന്തിയ കേന്ദ്രസേന അംഗങ്ങളും ED ഉദ്യോഗസ്ഥരുമാണ്. ഫോണൊക്കെ പിടിച്ചെടുത്തിട്ട് അവിടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ P ജയരാജനും ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഈ കേസിനെ ഏത് തരത്തിൽ വഴിതിരിച്ചുവിടാൻ സാധിക്കും? ഇതിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ BJP CPM തമ്മിലൊരു അന്തർധാരയുണ്ടെന്ന് ഇവിടെ പറയപ്പെടുകയും ഇപ്പോൾ BJPക്കാർ കോൺഗ്രസും തമ്മിലാണ് അന്തർധാര എന്ന് പറയുന്നത്. അതായത് VD സതീശൻ സ്വാഭാവികമായൊരു നടപടിക്രമം എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പ്രധാനമന്ത്രിയെ പോയി കാണുന്നത്. പിണറായി വിജയനും അത്തരത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരും കേന്ദ്രം ഭരിക്കുന്ന ആളാരാണോ പ്രധാനമന്ത്രി ആരാണോ അവരെയൊക്കെ ഔദ്യോഗിക ഒരു ചടങ്ങിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിൻ്റെ ചുമതലയേറ്റ ഒരു മേധാവി എന്ന നിലയിൽ പോയി കാണുക സ്വാഭാവികമാണ്. അത്തരം ഒരു ചടങ്ങാണ് ഇന്നലെ ഡൽഹിയിൽ VD സതീശൻ നരേന്ദ്രമോദിയുമായി ഉണ്ടായ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം. അവിടെ EDയുടെ കേസ് ത്വരിതപ്പെടുത്താൻ വേണ്ടി പ്രധാനമന്ത്രിയോട് പറഞ്ഞു കഴിഞ്ഞാൽ
ബഹുമാനപ്പെട്ട കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസ്. ആ കോടതിയാണ് ഒരു ഉത്തരവിടുന്നത് ഇവർ ഹർജി തള്ളിക്കൊണ്ട്. അത് വി ഡി സതീശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസാരിക്കുന്ന സമയത്ത് അവിടെ ED അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഇവിടെ അന്വേഷണം വന്നതെന്നൊക്കെ പറയുമ്പോൾ അതിനെ നമുക്ക് വളരെ ബാലിശ്യമായി കാണാനേ സാധിക്കുകയുള്ളൂ. തിരിച്ച് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാൻ സാധിക്കും. പലകുറി കേരളത്തിൻ്റെ ബഹുമാന്യനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ട്, അമിത്ഷായെ കണ്ടിട്ടുണ്ട്, നിർമ്മലാ സീതാരാമന് കേരള ഹൗസിൽ വിളിച്ചു വരുത്തി പുട്ടും കടലയും കൊടുത്ത് ഒരു ചായ സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കേസുകൾ വഴിതിരിച്ചു വിടുവാനോ കോൺഗ്രസിനെ തകർക്കുവാനോ വേണ്ടിയുള്ള ചർച്ചയ്ക്ക് വേണ്ടിയായിരുന്നോ പിണറായി വിജയൻ ഇവരെയൊക്കെ കണ്ടത് എന്നുള്ള ചോദ്യം അവിടെ സ്വാഭാവികം തന്നെയല്ലേ? അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടതും അതിനു വേണ്ടിയല്ല എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് കഴിഞ്ഞ ദിവസം ഈ SFI കുട്ടികളെ ഇറക്കി അവരുടെ കൈയും കാലമൊക്കെ പോലീസ് തല്ലി ഒടിക്കുന്ന തരത്തിലേക്ക് ഒരു സമരാഭാസം നയിക്കുകയും വീണ്ടും ഈ UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സമര പരമ്പരകളിലൂടെ ജനശ്രദ്ധ ആകർഷിച്ച് തങ്ങൾക്കുണ്ടായ തോൽവി അല്ലെങ്കിൽ നിലവിൽ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാം എന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശം തന്നെയാണ് ഇതിലൂടെ കാണുന്നത്. പിണറായി വിജയൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മകൾ വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ഉൾപ്പെടെ എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല, വഴിയിൽ ഭയമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം സമരാഭാസങ്ങൾ നടത്തുന്നത്? അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ? അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇതിലിപ്പം എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതൽ ഇപ്പം നമുക്കറിയാം ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ചർച്ചകൾ ഉണ്ടായിരുന്നത് പിണറായി വിജയനെതിരെയുള്ള ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും അതിരൂക്ഷമായ വിമർശനമായിരുന്നു. മാൻഡ്രേക്ക് എന്ന് വിളിക്കുന്നു, ജയരാജൻ എന്താ പറയുക MV ഗോവിന്ദനെതിരെ പറയുന്നു. പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിലേക്ക് എല്ലാ സാധനം ചൂണ്ടിരുന്നത് പിണറായി വിജയനോട്ടായിരുന്നു. പക്ഷെ ഈ ഒരു സാധനം വന്നതിലൂടെ, സമരത്തിലൂടെ ആ ഒരു സാധനം പൂർണ്ണമായിട്ടും മറക്കാൻ, ഒരു പുകമറ സൃഷ്ടിക്കാൻ എന്തായാലും CPM പറ്റുന്നുള്ളത് ഉറപ്പാണ്. ഇനി എന്തായാലും മാധ്യമ ചർച്ചകളിൽ നിന്ന് പിണറായി വിജയനെതിരെയുള്ള ഇത്തരത്തിലുള്ള പാർട്ടിക്കുള്ളിൽ നിന്ന വിമർശനത്തെ ഇല്ലാണ്ടാക്കാൻ എന്തായാലും ഈ ഒരു സാധനം കൊണ്ട് കഴിയും. പക്ഷെ അതേസമയം തന്നെ ഈ CMRL കേസ് അദ്ദേഹത്തിൻ്റെ തലയിൽ ഇരിക്കും ചെയ്യും. ഇതെല്ലാം കൂടാണ്ട് ഇനിയിപ്പം CPM മുമ്പോട്ട് വെക്കാൻ പോകുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കന്മാരെയും BJP അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് മദ്യനഴ അഴിമതി കേസുമായി ബന്ധപ്പെട്ട മനോജ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നു. അതുകൂടാതെ പിന്നീട് ഈ പറഞ്ഞ പോലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം ജയിലിൽ ഇരുന്നെങ്ങാണ്ട് ഭരണം കൈയാളുന്ന ഒരു പ്രക്രിയ നമ്മൾ കണ്ടു. അത് പിന്നെ അനീതിയാണ്, പാടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പ്രശ്നം പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ മുമ്പോട്ട് പോകുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആരെങ്കിലും കയ്യിലത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഈ BJP പർച്ചേസ് ചെയ്യുന്നുള്ളതും പിന്നീട് വിശ്വസ്തയായ ഒരാളിലൂടെ മുഖ്യമന്ത്രി സ്ഥാനം കൈമാറുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിന്നീട് അത് മാത്രമല്ല, ജാർഖണ്ഡിലോട്ട് വരുമ്പോൾ ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് ഹേമന്ത് സോറനുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ 2-3 മുഖ്യമന്ത്രിമാരെ BJP ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ പ്രതിപക്ഷ നേതാക്കന്മാരാണ്, ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിയിലെ ആം ആദ്മിയെ ഇല്ലാണ്ടാക്കിയ പോലെ, ജാർഖണ്ഡ് മുക്ത മോർച്ചയെ ഇല്ലാണ്ടാക്കിയ പോലെ കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന മറ്റൊരു പ്രധാന പാർട്ടിയാണ് CPM. ഇത് കഴിഞ്ഞ വർഷം വരെ കേരളത്തിൽ ഭരിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു. അപ്പോൾ ആ പാർട്ടിയെ കൂടി ഇല്ലാണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് CPM മുമ്പോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം. അല്ല, ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് അങ്ങനെയാണെങ്കിൽ പറയാമല്ലോ ഫവാസെ. കാരണം കേന്ദ്ര കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി BJP പിണറായി വിജയനെ വളർത്തി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പിണറായി വിജയന് ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധിയിൽ നിന്ന് പിണറായി വിജയനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ BJPയുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിക്കാൻ വേണ്ടി എന്നുള്ളൊരു നരേഷൻ ഉണ്ടാക്കിക്കൊണ്ട് EDയുടെ ഒരു സെർച്ച് 12 ഇടങ്ങളിലായി സംഘടിപ്പിച്ച് പിണറായി വിജയന് നഷ്ടപ്പെട്ട ഒരു പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടി BJP CPM ഇത്തരത്തിലൊരു അന്തർധാരയുണ്ടാക്കിയെന്ന് കോൺഗ്രസിന്റെ ചുരുങ്ങിയ പക്ഷം കുറച്ച് ആളുകളെങ്കിലും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയന് നഷ്ടപ്പെട്ട ഒരു പ്രതിച്ഛായ വീണ്ടെടുത്ത് വീണ്ടും കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി BJPയുടെ ഭാഗത്തു നിന്നുള്ളൊരു നീക്കമായിട്ട് ഇതിനെ ഒരു പറ്റാളുകളെങ്കിലും വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ഈ ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം അർപ്പിക്കാൻ പലരും തയ്യാറാവുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത് തന്നെയാണല്ലോ P. ജയരാജനും ശിവൻകുട്ടിയൊക്കെ ഇപ്പോൾ സംഘടിച്ചത്. പക്ഷെ മറ്റൊരു കാര്യം കൂടി ഞാനൊന്ന്
ഞാനൊന്ന് എടുത്തു പറയട്ടെ, മുൻപ് ഈ പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ CPM-നെതിരെയോ ഇത്തരത്തിലൊരു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു അന്വേഷണം വരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾക്ക് അതിൻ്റെ സൂചന വരുമ്പോൾ തന്നെ നാടടക്കം ഇളകി പന്തം കൊളുത്തി പ്രകടനം നടത്തുന്ന ആ ഒരു വീര്യവും കാഴ്ചയോ ഒന്നും നമ്മൾ കണ്ടില്ല. ഏതാണ്ട് 7 മണിക്ക് ED റെയ്ഡ് തുടങ്ങിയുമ്പോൾ ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെയാണ് ഈ P ജയരാജൻ്റെയും ശിവൻകുട്ടിയുടെയൊക്കെ പ്രസ്താവന വരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയം തന്നെയാണ്. അതായത് പഴയ രീതിയിലുള്ള ത്വരിതഗതിയിലൊന്നും ഇപ്പം പിണറായി വിജയന് വേണ്ടി രംഗത്തിറങ്ങാൻ ആരും ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങൾ അറിയാൻ പറ്റും ഈ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതും. പിന്നെ അതുമാത്രമല്ല, ഇവർ മുമ്പോട്ട് വെച്ച പല കാര്യങ്ങളിലും മറ്റൊന്നാണ് EDയുടെ പെട്ടെന്നുള്ള വരവ്. കാരണം നമുക്കറിയാം ഇന്നലെ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞാണ് ഈ പറഞ്ഞ പോലെ കോടതി ഉത്തരവ് വരുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് പാതിരാ സമയത്ത് ED ഇന്ത്യയിലെ പല ഭാഗത്തു നിന്ന്, ഡൽഹിയിൽ നിന്നുള്ള നേതാക്കന്മാരുണ്ട്, പോലീസ്, ആർമി ഉണ്ട്, ED റിപ്പോർട്ടേഴ്സ്, പല വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ ED ഒരൊറ്റ രാത്രി കൊണ്ട് ഇവരെല്ലാവരും കറക്റ്റ് കേരളത്തിലോട്ട് കൊണ്ടുവരുന്നു. ഒരേ സമയത്ത് ബാംഗ്ലൂരിലും കേരളത്തിലടക്കം 12ഓളം കേന്ദ്രങ്ങൾ അറ്റ് സെയിം ടൈം ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ വെൽ പ്ലാനഡ് ആയിരുന്നു. അപ്പം ഇതിൽ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് നിഗൂഢത നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഒരിക്കലും വരില്ലല്ലോ, തീർച്ചയായും 2 ദിവസങ്ങൾ മിനിമം എടുക്കുമല്ലോ. അതാണ് ഫവാസിന്റെ നിരീക്ഷണം വളരെ ശക്തമാണ്, വളരെ ശരിയാണ്. കാരണം ഈ കോടതിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഹർജി, EDയുടെ ഹർജി ഇന്ന ദിവസം പരിഗണിക്കും. കോടതിയുടെ വിധി എന്തായിരിക്കും, അതായത് വീണ്ടും അന്വേഷിക്കാം എന്നുള്ളൊരു വിധിയാണ് ഉണ്ടാകുന്നത്, ഉത്തരവാണ് ഉണ്ടാകുന്നതെങ്കിൽ എങ്ങനെ ഇത് ഓപ്പറേഷൻ നടപ്പാക്കണം എന്നുള്ളത് അവർ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സകല സന്നാഹങ്ങളോടുകൂടി അവർ നിലയുറപ്പിച്ച് നിൽക്കുകയായിരുന്നു. കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ ലാസ്റ്റ് വിസിൽ മുഴങ്ങിയെന്ന് മാത്രമേ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ. അത് തന്നെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അല്ലാതെ കേവലം 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ നടപ്പിലാക്കാവുന്ന ഒരു ഓപ്പറേഷൻ അല്ല ED ഇപ്പോൾ ഈ 12, അതായത് അന്യസംസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള 12 ഇടങ്ങളിലായിട്ട് നടത്തിയിരിക്കുന്ന ഈ സെർച്ചിലൂടെ നമുക്ക് ബോധ്യമാവുന്നത്. ഇത് മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള ED ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നുള്ളവരുണ്ട്, അതേപോലെ ഹരിയാനയിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തുള്ളവരെ ഒറ്റ സമയം കൊണ്ട് ഇവിടെ എത്തിക്കാൻ അവർക്ക് EDയെ കൊണ്ട് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത് മുൻകൂട്ടി അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള ഫ്ലൈറ്റ്, ചാർട്ടേഡ് ഫ്ലൈറ്റ് അടക്കം ഏർപ്പാടാക്കി വെച്ചിട്ടാണ് ഈ പരിപാടിക്ക് അവർ ഇറങ്ങിയിട്ടുള്ളത്. ഓപ്പറേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയെങ്കിലും സാധനം, ഇപ്പം നമുക്കറിയാം ഇത് എങ്ങനെയെങ്കിലൊക്കെ ചോരേണ്ടതാണ്. അപ്പം ഒരു ദിവസം എഴുതി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പിണറായി വിജയനോ മറ്റാൾക്കാർ, കാരണം അവരൊക്കെ പാർട്ടിയിലും പോലീസിലും ഇത്രത്തോളം പിടിപാടുള്ള ആൾക്കാരാണ്. ഇവിടെ മാത്രമല്ല, ഡൽഹിയിലടക്കം അവർക്ക് പിടിപാടുണ്ടാവും. എങ്ങനെയായാലും ഈ സാധനം ചോരും. പക്ഷെ അത് ചോർച്ചക്ക് ഒരു ഇട കൊടുക്കാണ്ടാണ് ED ഇടപെട്ടത് എന്നുള്ളതാണ് ഇത് നമ്മൾ അത്തരത്തിലൊരു കാര്യം പ്രാവർത്തിയാക്കുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രവർത്തിച്ച് കാണണം. കാരണം ഇത് ഒരിക്കലും ചോർന്നു പോകാൻ പാടില്ല എന്നുള്ളത് തീർച്ചയായും. അപ്പം ഈ ഒരു സാധനം മുമ്പിലുണ്ട്. അപ്പോൾ CPM ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. മറുവശത്ത് ഇത്തരത്തിലുള്ള പ്രതിപക്ഷ നേതാവടക്കം പറഞ്ഞത്, ആഭ്യന്തരമന്ത്രി പറഞ്ഞത്, ഇത്രയും കാലം SFIക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഇപ്പം അവർ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗം മാത്രമാണ് ഈ സമരങ്ങളൊക്കെ. കുറേ കാലം കടന്നുറങ്ങായിരുന്നില്ല, അപ്പം ഇനി കുറച്ചു നേരം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സെറ്റ് ആവട്ടെ എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ഉദ്യോഗസ്ഥരും ഡ്രീം സെറ്റിൽമെന്റ് ബോർഡിൽ വീണ വിജയന്റെ ഷെൽ കമ്പനിയിലേക്ക് 1,72,00,000 കൊടുത്തു എന്ന് പറയുന്നത് പോലെ ഈ നമ്മുടെ കിറ്റക് സാബു അടക്കമുള്ള ആളുകളിൽ നിന്നും, അതായത് ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അടക്കം ഏതാണ്ട് 11ഓളം സ്ഥാപനങ്ങളിൽ നിന്ന് വീണ വിജയന്റെ ഷെൽ കമ്പനിയിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നിട്ടുണ്ട്. അതും കൂടെ ഇപ്പോൾ CMRന്റെ ഡയറിയിൽ ഉണ്ടായിരുന്ന OC, RC, KC എന്നൊക്കെ പറയുന്ന പേരുകളിലേക്ക്, PV എന്നൊക്കെ പറയുന്ന പേരുകളിലേക്ക് കടന്നു ചെന്നേക്കുന്ന പണത്തെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് കൂടുതൽ അന്വേഷണം നേരിടാനും നീളാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ.